ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ അനന്തു. നമ്മളെല്ലാവരും 2-3 ദിവസമായിട്ട് കുറേ സീരീസ് ആയിട്ട് വീഡിയോസ് കണ്ടുപോരുവാണ്. അപ്പോൾ ഇന്ന് അടുത്തൊരു പാർട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതുവരെ പഠിപ്പിച്ച എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. വിചാരിക്കുകയല്ല, നിങ്ങളെല്ലാവരും എനിക്കൊരു ഉറപ്പ് തരണം, കമൻറ്റ് ചെയ്യണം പഠിച്ചിട്ടുണ്ട് എന്ന്. എല്ലാവരും കമൻറ്റ് ചെയ്യണം. പഠിച്ചവരെല്ലാവരും കമൻറ്റ് ചെയ്തിരിക്കണം പഠിച്ചിട്ടുണ്ടെന്ന്. എങ്കിലേ ഇനി അടുത്തൊരു വീഡിയോ ഇറങ്ങുന്നുള്ളൂ. ഇല്ലെങ്കിൽ ആർക്ക് വേണ്ടി നമ്മളിതെല്ലാം ചെയ്യണേ? നിങ്ങൾക്ക് വേണ്ടിയില്ലേ? നിങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോ ഇറക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നമുക്ക് ഓരോ ദിവസം തോറും ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. ജാനുവരി 18 അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് എ റെക്ടാങ്കുലർ ഗാർഡൻ ഈസ് 952 സ്ക്വയർ മീറ്റർ. If the breadth of the garden is 28 meter, then find the length of the garden. ചതുരാകൃതിയിലുള്ള പൂന്തോട്ടത്തിന്റെ വിസ്തീർണം 952 ചതുരശ്ര മീറ്റർ ആണ്. പൂന്തോട്ടത്തിന്റെ വീതി 28 മീറ്റർ ആണെങ്കിൽ പൂന്തോട്ടത്തിന്റെ നീളം കണ്ടെത്തുക. നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദ ഏരിയ ഓഫ് എ റെക്ടാങ്കുലർ ഗാർഡൻ നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രെഡ്ത്ത് ഓഫ് ദ ഗാർഡനും തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദ ഗാർഡൻ, നീളമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, ഇതൊരു ഗാർഡൻ ആണ്, റെക്ടാങ്കുലർ ഗാർഡൻ ആണ്. ഇതിന്റെ ഏരിയ തന്നിട്ടുണ്ട്. എത്ര? 952 മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ബ്രെഡ്ത്ത് എത്രയും തന്നിട്ടുണ്ട്. വീതി എത്ര തന്നിട്ടുണ്ട്? 28 മീറ്റർ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആരെ കണ്ടുപിടിക്കാനാ? ലെങ്ത്, നീളം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനൊരു ഇക്വേഷൻ നമ്മൾ ഡയറക്റ്റ് പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ? ഇഫ് ഏരിയ ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഗിവൺ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇപ്പൊ പരപ്പളവും അതേപോലെ അല്ലെങ്കിൽ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് എന്ന് നമുക്ക് തരും. വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ്, ഇത് രണ്ടും ഒന്നാണ്, ഏരിയ ആണ്. തന്നിട്ടുണ്ട് എങ്കിൽ ബ്രെഡ്ത്തും വീതിയും ഉണ്ടെങ്കിൽ നീളം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അതിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. Length is equal to area by breadth. മലയാളത്തിൽ പറയുവാണെങ്കിൽ പരപ്പളവ് ബൈ വീതിയാണ് നീളം. ഇട്ട് കൊടുത്താൽ മതി. പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം നമുക്ക് തന്നിട്ടുണ്ട് 952. നീളം നമുക്കറിയാം, വീതി നമുക്കറിയാം 28. അപ്പൊ ഇവരെ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. 952 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? നമുക്കുള്ളത് ആരെയാ? 28. നോക്കിക്കേ, ഓപ്ഷൻസ് ഒക്കെ നോക്കിക്കേ. 3, 2, 3, 4. അപ്പൊ എന്തായാലും 2 അല്ല വരുന്നത്, അത് കൂടുതൽ വരും. അപ്പൊ നമുക്ക് 3 നോക്കാം. 3 ആൾക്കാരാണുള്ളത്. 3 ഉണ്ട് 4 ഉണ്ട്. അപ്പൊ നമുക്ക് 3 നോക്കാം. നോക്കിയേ, 28 into 3 നോക്കാം. 84 കിട്ടി അല്ലേ? അപ്പൊ നമ്മൾ 84 കൊടുത്തു, ഇവിടെ 3 കൊടുത്തു. 11. ഇനി 2 എടുത്ത് താഴത്തോട്ട് എഴുതി. നോക്കിയേ, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. 4 വെച്ചിട്ട് ആദ്യം ചെയ്ത് നോക്കാം, കുറവുള്ള ആളെ വെച്ചിട്ട്. 28 into 4 112 നമുക്ക് കിട്ടി. അപ്പൊ എന്തായി? 4 112 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത് റബ്ബ് ചെയ്ത് കളയാണ്. ലെങ്ത് ഈസ് ഈക്വൽ ടു ഏരിയ ബൈ ബ്രെഡ്ത്ത് എന്ന് നമ്മൾ എഴുതിയതിന്റെ അവിടെ എങ്ങനെ എഴുതുന്നു? 952 ഡിവൈഡഡ് ബൈ 28. സോ ലെങ്ത് ഈസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് കിട്ടിയത്? 34 മീറ്റർ. ഒരിക്കലും ഇവിടെ കൊണ്ടുപോയി മീറ്റർ സ്ക്വയർ എന്നൊന്നും ആരും മാർക്ക് ചെയ്യരുത്. ചില ക്വസ്റ്റ്യനുകളിൽ വരാൻ പോകുന്ന ഓപ്ഷൻസ് ഇങ്ങനെയായിരിക്കും: A 34 മീറ്റർ, B 34 മീറ്റർ സ്ക്വയർ, C 36 മീറ്റർ, D 36 മീറ്റർ സ്ക്വയർ, അങ്ങനെ ചോദിക്കും. അപ്പോൾ വരുമ്പോൾ എല്ലാവരും ഓർക്കുക, ഏരിയയ്ക്ക് മാത്രമാണ് മുകളിൽ സ്ക്വയർ വരത്തുള്ളൂ, അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ ചതുരശ്ര മീറ്റർ എന്ന് വരത്തുള്ളൂ. ബ്രെഡ്ത്തിനും ലെങ്തിനും ഒക്കെ വരുമ്പോൾ പെരിമീറ്റർ ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ അതെല്ലാം മീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്ററിൽ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. എല്ലാവരും ഇക്വേഷൻസ് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആൻഡ് ലോസിലെയാണ്. ലാഭവും നഷ്ടവും എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് എ ബുക്ക് ഈസ് 115. എ ഷോപ്കീപ്പർ സെൽ 5 such book for 530 rupees. What is his profit or loss?
ഒരു പുസ്തകത്തിന്റെ വില 115 ഒരു പുസ്തകത്തിന്റെ വില 115 ഒരു കടയുടമ അത്തരം 5 പുസ്തകങ്ങൾ 530 വിൽക്കുന്നു. അവന്റെ അല്ലെങ്കിൽ അയാളുടെ ലാഭം, അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ എന്താണെന്നാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പൊ എപ്പോഴും നമ്മൾ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ കാര്യത്തിൽ ദ കോസ്റ്റ് പ്രൈസ് ഓഫ് എ ബുക്ക് ഈസ് 115. ഈ ഷോപ്പ് കീപ്പർ സെൽ 5 സച്ച് ബുക്ക് ഫോർ 530. ഉടനെ തന്നെ നിങ്ങൾ ചെയ്യുക, വാങ്ങിയ വില 115, വിറ്റ വില 530, ഇതിൽ നിന്ന് കുറയ്ക്കും, അങ്ങ് ചെയ്യും അല്ലേ? അങ്ങനെയാണോ ചോദിച്ചിരിക്കുന്നത്? ദ കോസ്റ്റ് പ്രൈസ് ഓഫ് എ ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുസ്തകത്തിന്റെ വിലയാണ് 115. അപ്പൊ നോക്കിക്കേ, കോസ്റ്റ് ഓഫ് 1 ബുക്ക് 115 രൂപ. അങ്ങനെയാണെങ്കിൽ എത്ര ബുക്കാണ് അങ്ങേര് വിറ്റത്? 5 ബുക്കല്ലേ? അപ്പൊ 5 ബുക്ക് വാങ്ങിയതിന്റെ വില നമ്മൾ കണ്ടുപിടിക്കണ്ടേ? വേണം. അപ്പൊ കോസ്റ്റ് ഓഫ് 5 ബുക്ക് കാണണം. കോസ്റ്റ് ഓഫ് 5 ബുക്ക് എന്താ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരെണ്ണത്തിന്റെ തന്നിട്ട് ഒരുപാട് എണ്ണത്തിന്റെ ചോദിച്ചാൽ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടേ? മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കിക്കേ, 115നെ 5 വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് 5 ബുക്കിന്റെ വില കിട്ടും. 115 × 5 575. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 575. എന്താണ് കോസ്റ്റ് പ്രൈസ്? വാങ്ങിയ വില, അല്ലെങ്കിൽ നമ്മൾ CP എന്ന് പറയും. വാങ്ങിയ വില, അതർവൈസ് നമ്മൾ കോസ്റ്റ് പ്രൈസിനെ ഷോർട്ടാക്കി പറയുന്ന പേരാണ് CP. അപ്പൊ നമുക്ക് CP കിട്ടി 575 അല്ലെ? ഇനി ആരെയാ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്? അവിടെ ഉള്ളത് വേറെ ആരാ? എ ഷോപ്പ് കീപ്പർ സെൽ 5 സച്ച് ബുക്ക് ഫോർ 530. അപ്പൊ ഇവിടുത്തെ SP എന്താണ്? വിറ്റ വില എന്ന് പറയുന്നത് എന്താണ്? 530. 530നാണത് വിറ്റത് അല്ലേ? അപ്പൊ നോക്കിക്കേ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഇവിടെ ആൾക്ക് ലാഭമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. CP എന്ന് പറയുന്നത് 575, SP എന്ന് പറയുന്നത് 530. അപ്പൊ ഇവിടെ നോക്കിക്കേ, ആ കടക്കാരന് അല്ലെങ്കിൽ ആ ഒരു കട നടത്തുന്ന ആ ബുക്ക് വാങ്ങിയ ആൾക്ക് ഇത് ലാഭമാണോ നഷ്ടമാണോ? 575 വാങ്ങിയ സാധനം 530 രൂപയ്ക്ക് കൊടുത്തു. അപ്പൊ അവിടെ എന്താണ്? കുറഞ്ഞു, വില കുറഞ്ഞു. സോ ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ലോസ് ആണ്, നഷ്ടം. എത്ര രൂപയ്ക്ക് നഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ അതെങ്ങനെയാ കാണുന്നത്? ലോസിന്റെ ഇക്വേഷൻ എന്താണ്? ലോസ് ഈസ് ഈക്വൽ ടു CP മൈനസ് SP ആണ്. CP 575 മൈനസ് 530. നോക്കിക്കേ, 5 7 പോയാ 3 പോയാ 4, സോ 45. അപ്പൊ എത്ര രൂപയാണ് ലോസ് വന്നത്? ലോസ് ഓഫ് 45 റുപ്പീസ് ആണ്. ഡിഗ്രി അല്ല കേട്ടോ, അത് ആംഗിൾസിലേക്ക് പോയി. 45 റുപ്പീസ് ആണ് ആർക്ക് ലോസ് വന്നത്? ആ ഒരു ചേട്ടൻ ഈ ഒരു ട്രാൻസാക്ഷനിലൂടെ, ഈ ഒരു കണക്കിലൂടെ ആൾക്ക്, അല്ലെങ്കിൽ ഒരു വാങ്ങിയ വിലയും വിറ്റ ബുക്കിലൂടെ നമുക്ക് നഷ്ടം വന്നത് 45 രൂപയാണ്. ഓക്കെ അല്ലേ എല്ലാവർക്കും? അപ്പൊ ഇങ്ങനെ വേണം കണ്ടുപിടിക്കാൻ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഇവിടെ ഒരു ബുക്കിന്റെയാണ് തന്നിട്ടുള്ളത്. അത് ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾ നോക്കണം. എ ബുക്ക് അല്ലെങ്കിൽ ഒരു പുസ്തകത്തിന്റെ വിറ്റ കാര്യമാണത് പറയുന്നത്. അപ്പൊ വാങ്ങിയത് മൊത്തം നമ്മൾ കണ്ടുപിടിച്ചിട്ടേ വിറ്റ കാര്യത്തിലേക്ക് നമ്മൾ പോകാവൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ചോദിക്കുക. ഡയറക്റ്റ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കുന്ന ഇക്വേഷൻ വെച്ചിട്ടുള്ളതാണ്. പക്ഷെ എത്ര രൂപ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ 6th നവോദയയുടെ 30 ഡേ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വേഗം ജോയിൻ ചെയ്യുക. ഇനി കുറച്ച് നാളുകളേ ഉള്ളൂ അല്ലെ? കുറച്ച് ദിവസങ്ങളുണ്ട്. നമുക്ക് റിവൈസ് ചെയ്യണം. അതേപോലെ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഒരുപാട് തിയറി പഠിക്കുന്നതിൽ ഏറെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഏറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലാണ് ഇപ്പൊ ഒരു പോർഷനിൽ തന്നെ പല മോഡൽ, പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് വരുന്നത്, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടാലേ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇന്ന രീതിയിലായിരിക്കും എന്നൊരു ഐഡിയ കിട്ടത്തുള്ളൂ. എപ്പോഴും കുറേ തിയറി പഠിച്ചു വെക്കുമല്ലോ, നിങ്ങൾ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. അപ്പൊ അതിൽ കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ക്വസ്റ്റ്യൻ വരും. അപ്പം എങ്ങനെ ചെയ്യും? അതിനാണ് ഞാൻ പറയുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പൊ നമ്മുടെ സീരീസ് ഇതുവരെ കാണാതെ, ഇതാണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇതിനു മുമ്പുള്ള നമ്മുടെ സീരീസ് വീഡിയോസ്, ക്വസ്റ്റ്യൻസിന്റെ എല്ലാ വീഡിയോസും കാണുക. അതേപോലെ ഡിവിസിബിലിറ്റി ഒക്കെ കാണുക. ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്. ഇക്വേഷൻസ് പഠിക്കുക. നമ്മളിപ്പോൾ ഏരിയ പ്രോഫിറ്റ് ഒക്കെ പഠിച്ചെടുത്ത് ഇക്വേഷൻ ആണ് മെയിൻ. ഇക്വേഷൻസ് പഠിച്ചാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ ഒരു 10 മിനിറ്റ് കൊണ്ട് പഠിച്ചാൽ
ബാക്കി ഒരു 1 hour കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പം അതേപോലെ നമുക്ക് മോക്ക് എക്സാംസ് ഉണ്ടാവും, പേഴ്സണൽ മെന്റർ ഉണ്ടാവും, നിങ്ങളുടെ സിലബസ് മൊത്തം നിങ്ങൾക്ക് കവർ ചെയ്ത് തരും. അതേപോലെ തന്നെ നമുക്ക് ലൈവ് ക്ലാസ്, ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടാവും. ആ ലൈവ് ഒന്ന് മുടങ്ങി എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റെക്കോർഡഡ് വേർഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് നല്ലൊരു വിജയം ഉണ്ടാവും. നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അതേപോലെ ഈ വേർഡ് പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി. ഇപ്പം സാർ പറയുന്ന കേട്ടിട്ട് ചെയ്യാതെ അത് കേൾക്കുന്നതിന് മുമ്പ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യൂ. എന്നിട്ട് അത് പ്ലേ ചെയ്യുമ്പോൾ സാറ് പറയുന്ന ക്വസ്റ്റ്യനും ആ ഒരു അർത്ഥങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കുക. അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്തു തുടങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾ അത് കേട്ട് മനസ്സിലാക്കി അങ്ങനെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും എടുത്ത് പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു പെട്ടെന്നൊരു വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും ഇത് ഇന്നതാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ബോർഡ് മാസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 40 - 6 × 3 + 7 - 9 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബോർഡ് മാസ്. ആദ്യം ബോർഡ് മാസ് എന്താണെന്നൊന്നും കൂടെ ഞാൻ പറയാം. ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ആണ്. 3 തരം ബ്രാക്കറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് റൗണ്ട്, ഒന്ന് കേളി, ഒന്ന് സ്ക്വയർ. ആദ്യം റൗണ്ട് ചെയ്തിട്ടേ കേളി ചെയ്യാവുള്ളൂ, കേളി ചെയ്തിട്ടേ സ്ക്വയർ ചെയ്യാവുള്ളൂ. ഓക്കെ. അടുത്തത് ഒ എന്ന് പറഞ്ഞാൽ ഓഫ് ആണ്. ഓഫ് എന്ന് പറഞ്ഞാൽ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ചെയ്യണം. എം ഫോർ മൾട്ടിപ്ലിക്കേഷൻ, എ ഫോർ അഡീഷൻ, എസ് ഫോർ സബ്ട്രാക്ഷൻ അല്ലേ. ഈ ഓഫിന്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ആദ്യം ചെയ്യണം കേട്ടോ, ലാസ്റ്റത്തേനെ വെക്കരുത്. ഓഫ് എന്ന് കണ്ടാൽ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ആദ്യമേ ചെയ്യണം. 2 of 3 എന്ന് കണ്ടാൽ 2 × 3 ആദ്യം ചെയ്തിട്ട് വേണം ബാക്കിയുള്ളതിലേക്ക് പോകാൻ. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ 40 - 6 × 3 + 7 - 9 ഡിവൈഡഡ് ബൈ 3. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ. നോക്കിക്കപ്പോൾ എഴുതുക 40 - 6 × 3 + 7 - 9 ഡിവൈഡഡ് ബൈ 3 3. 40 - 6 × 3 18 + 7 - 3 എന്ന് കിട്ടും. ഇനി ഇങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അഡീഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം ഇവിടെ മൈനസ് ഉണ്ട്. അപ്പം -18 + 7 ഒക്കെ നിങ്ങൾക്ക് പിന്നെ ഡൗട്ട് വരും. അപ്പം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ തമ്മിൽ കൂട്ടാൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. 40 + 7 നമുക്കിവിടെ കൂട്ടാം. 40 + 7 47 -18 -3 നമുക്ക് ചെയ്യത്തില്ലേ. അപ്പൊ നോക്കിക്കേ 47 - 18 എന്ന് പറയുമ്പോൾ 17 വരും, നമുക്ക് 9 വരും, 4ന്റെ അവിടെ 3 വരും, 29 എന്ന് കിട്ടും. 29ൽ നിന്ന് നമ്മൾ 3 കുറച്ചാൽ നമുക്ക് 9 - 3 എത്രയാ 6. സോ 26 എന്ന ആൻസർ വരും. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് ആൻസർ 26. അപ്പൊ ഇതേപോലെ ചെയ്യാം. ഇതേപോലെ മൈനസും പ്ലസും മൈനസ് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. ഇനി +7 മാത്രമല്ല പോസിറ്റീവ്, ഒരു സൈനും ഇടാതെ മൈനസ് ഒന്നും വരാതെ വെറുതെ ഒരു നമ്പർ 40 എന്ന് എഴുതിയാൽ അത് പോസിറ്റീവ് 40 ആണ്. -40 എന്ന് എഴുതിയാൽ മാത്രമേ അത് -40 ആവുള്ളൂ കേട്ടോ. അപ്പൊ അവരെ തമ്മിൽ ആഡ് ചെയ്യുക, നമുക്ക് ആൻസർ 26 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് 200 + 40 + 7 + 3/10 + 7/1000 as a decimal number. തന്നിരിക്കുന്നവയെ ദശാംശ സംഖ്യയിലേക്ക് മാറ്റുക. അതാണ് മലയാളം ക്വസ്റ്റ്യൻ, വേറെ ഒന്നുമില്ല. ദശാംശ സംഖ്യയിലേക്ക് മാറ്റുക അല്ലെങ്കിൽ ദശാംശത്തിലേക്ക് മാറ്റുക എന്നവരായിരിക്കും ചോദ്യം വരിക. അപ്പൊ നോക്കിക്കേ 200 + 40 + 7 + 3/10 + 7/1000. അപ്പൊ എല്ലാവരുടെ മനസ്സിലാദ്യം വരും ഇവിടെ LCM കാണണം, ഇതെല്ലാം by 1 ആ. ഇപ്പൊ LCM കണ്ട എല്ലാം അങ്ങ് നമുക്ക് സെറ്റ് ആക്കാന്ന് വിചാരിക്കും അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണ് ആ എളുപ്പ വഴി? ഇവിടെ 10ഉം 1000 ഒക്കെ, വേറെ നമ്പേഴ്സ് ഒന്നുമല്ല, 10ഉം 1000 ഒക്കെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നോക്കിക്കേ 200 + 40 + 7 + 3/10 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഡെസിമലിൽ? 3/10 നമ്മൾ എങ്ങനെയാണ് ഡെസിമലിൽ എഴുതുന്നത്? 3/10നെ 0.3 എന്നല്ലേ. 0.3 എന്ന് വെച്ചാൽ 3/10 അല്ലേ. 0.3 പ്ലസ് ഇവിടെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 7 എഴുതി 3 സ്ഥാനം മാറ്റി വേണം പോയിന്റ് കൊടുക്കാൻ. സോ 0.007. പിന്നെ ഇവരെല്ലാവരെയും കൂടെ നമുക്ക് ആഡ് ചെയ്താൽ പോരെ, ആൻസർ കിട്ടൂലേ. അപ്പൊ നോക്കിക്കേ 240
7 ഉണ്ട്, 0.3 പോയിന്റ് ഒക്കെ മാറ്റി മാറ്റി കൊടുക്കണം കേട്ടോ. അതേപോലെ 0.007 ഇവരെയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഡൗട്ട് ഉള്ളവർ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡൗട്ട് ഉള്ളവർ അതെ ഇവിടെ പോയിന്റ് കൊടുക്കുക, 3 പോയിന്റ് കൊടുക്കുക, 0 0 0 ഇവിടെയും 0 ഇവിടെ 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 0 കൊടുത്തു, ഒരു പ്രശ്നവുമില്ല. ഇനി ആൻസറിലേക്ക് നോക്കിക്കേ, 703 പോയിന്റ് അതേപോലെ ലൈനിൽ താഴെ വരെ വരണം. പോയിന്റ് കൊടുത്തു, 742 247.307 247.307 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകളൊക്കെ പരമാവധി ഈ ഒരു രീതിയിൽ ചെയ്യാൻ നോക്കുക. അടിയിൽ 10, 1000, 100, 10,000 ഒക്കെ വന്നാലും നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തതൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. 3 + 4/10 + 5/100 + 6/1000 + 4 is equal to dash. ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഒന്നുമില്ല, ചെയ്യുക. 3 + 4/10 + 5/100 + 6/1000. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ ചെയ്തതുപോലെ പോയിന്റിലേക്ക് മാറ്റുക. ഇതിനെ എനിക്ക് ഡെസിമലിൽ വേണം ആൻസർ, ദശാംശ സംഖ്യയിൽ വേണം എനിക്കിതിന് ആൻസർ തരാനായിട്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാവരും ഹോംവർക്ക് ഈ കറക്റ്റ് ആയിട്ട് ചാറ്റ് ബോക്സിൽ ഇടുക. ഞാൻ നോക്കുന്നുണ്ട്, ഞാൻ എല്ലാവരുടെയും ചാറ്റ് കാണാറുണ്ട്, ആൻസേഴ്സ് കാണാറുണ്ട്. CC+ന്റെ യൂട്യൂബ് ചാനലിൽ ലൈക്ക് വരാറില്ല എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ മറക്കാതിരുന്ന് പഠിക്കുന്ന പിള്ളേരെ, ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.